എസ് എഫ് ഐക്കാരൻ്റെ മുദ്രാവാക്യം വിളി കേട്ടാൽ, എസ് എഫ് ഐക്കാരൻ്റെ ശക്തിമത്തായ ഒരു പ്രകടനം കണ്ടാൽ പേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലറെങ്കിൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ ഈ കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെപ്പോലും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത യഥാർത്ഥ വർഗീയവാദി ധൈര്യമില്ലാത്തവനും ഒളിച്ചോടുന്നവനുമാണെന്ന് തെളിയിക്കുന്ന മോഹനൻ കുന്നുമല് ഈ സർവകലാശാലയ്ക്ക് അപമാനമാണെന്നും അങ്ങ് സ്വയമൊരഭാസി കഥാപാത്രമായി കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഗതികെട്ട ജന്മമായി പോയല്ലോ എൻ്റേത് എന്ന് സ്വയമൊന്ന് ആത്മവിശ്വാസം കൊണ്ട് ഈ കസേരയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി വിദ്യാർത്ഥികളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഈ കൊടിയാണ്. ഈ കൊടി ഞങ്ങൾക്ക് ആവേശമാണ്. ആയിരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പതാകയാണ് ഈ പതാക. ആ പതാക കെട്ടാൻ വേണ്ടി ഒരു കമ്പ് ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ആയുധങ്ങളുമായിട്ടാണോ ഞങ്ങളിവിടെ നിൽക്കുന്നത്? എസ് എഫ് ഐക്കാരൻ്റെ മുദ്രാവാക്യം വിളി കേട്ടാൽ, എസ് എഫ് ഐക്കാരൻ്റെ ശക്തിമത്തായ ഒരു പ്രകടനം കണ്ടാൽ പേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലറെങ്കിൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ?